ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോഗ്രാമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ബസ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ നമുക്ക് 2 ഐറ്റം കൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ടിപ്പ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് കേട്ടോ. ഡാൻസിൻ്റെ ഐറ്റംസൊക്കെ മേടിക്കാറുള്ളത്. അപ്പോൾ ഞാനും നന്ദുമാനും ഉണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. നമ്മൾ നേരത്തെ മേക്കപ്പൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം നമുക്ക് കാലത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ പുട്ടും കടലയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിത് പ്രോഗ്രാമിൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ അർച്ചനീച്ചിന്ന് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അതെ, അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു വിധമായിട്ടോ. അപ്പോൾ നമ്മൾ അർച്ചനേച്ചിനെയാണ് ഫസ്റ്റായിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ശരിയാവുമോ, നമ്മൾ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഐബ്രോസ് ശരിയാവോ, കണ്ണിതെന്ത് റെഡിയാവോ, അങ്ങനത്തെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ടോ ശരിയായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, റെഡി ആയിട്ടുണ്ടോ, ഓക്കെ ആയിട്ടുണ്ടോ, കണ്ണിത് റെഡി ആയിട്ടുണ്ടോ, പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് അങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാവിധ മിസ്റ്റേക്സും ഇതിലുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ബേസ് ഇടുന്നതിലാണെങ്കിലും നമ്മളെപ്പോഴും മാഷുമാരെയാണ് വിളിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കിട്ടിയൊരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ മാഷുമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് മുന്നേ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കയ്യിൽ ബഡ്ജറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ തന്നെ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ചെറിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡാൻസ് കണ്ടവരൊക്കെ പറഞ്ഞത് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട് എന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും ഇരുന്നു, ഞാനും ബേസും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഐഷോടെ എനിക്ക് അനുട്ടന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ. ചേച്ചി അൾട്ടിട്ടോ അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ ഒരുവിധം സെറ്റായപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. നമ്മുടെ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്നൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡാൻസ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു സ്റ്റേജിൽ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിലേക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേനും പിന്നെ എൻ്റെ ഡ്രസ്സ് മാറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എങ്ങനെ പോയാലും നമ്മൾ ലാസ്റ്റ് നിമിഷത്തെ നമുക്ക് ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നല്ല മഴ, നല്ല ഇടിവെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ച് അങ്ങനെ ഡ്രസ്സ് കംപ്ലീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ എല്ലാവരുടെയും. ഗൈസ്, അങ്ങനെ ഡ്രസ്സ് മാറി ഞങ്ങൾ സെറ്റായിട്ടാവും. തന്നെ മേക്കപ്പ് ചെയ്തതാണ്, അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, സെറ്റ്. ഇപ്പോൾ നല്ല മഴ. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട്. മഴ ഒന്നും ഒതുങ്ങിയ സമയത്താണ് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് കാറിലും പിന്നെ കുറച്ച് പേര് ഓട്ടോയിലായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കറക്റ്റ് സമയത്തിന് തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ പറയാതിരിക്കാൻ വയ്യ, നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയും ഇടിവെട്ടും. അപ്പോൾ ഈ മഴ ഇടിവെട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി പ്രോഗ്രാം നടക്കില്ലേ അതിനുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ എത്തുമ്പോഴത്തേനും മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ആൾക്കാർ അത്യാവശ്യത്തിനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
തന്നെ ഓടിക്കും. എടി എന്റെ ലിപ്സ്റ്റിക് ഇതിൽ വേറെ ഷെയ്ഡ് കേട്ടാ. എന്റെ വേറെ പിങ്കിഷ് കളർ വരും. എന്റെ നീ മേടിച്ച പോലത്തെ ഷെയ്ഡായി. എന്റെ മെറൂണാ. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. അതെ, അടിച്ചു പൊളിച്ചു. ഞങ്ങൾ തന്നെ മേക്കപ്പ്, ഞങ്ങൾ തന്നെ എല്ലാതും. എന്റെ കാര്യം പറയില്ലെന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല. നോക്കട്ടെ, ഇവിടെ നന്നായി കളിക്കുന്നോണ്ട് ഇവളുടെ മേത്തത്തൊക്കെ പോലെ പറഞ്ഞു പോയി. കുഴപ്പമൊന്നുമില്ല. നോക്കട്ടെ, ഇവിടെ നന്നായി കളിക്കുന്നോണ്ട് ഇവളുടെ മേത്തത്തൊക്കെ പോലെ പറഞ്ഞു പോയി. നിങ്ങളധികം ചാടി കളിക്കാൻ തന്നെ ഞങ്ങളുടെ പ്രശ്നം. ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കളിക്കാറ്. ഇനി ഗാനമേള. അയ്യോ ഇതേത് പാട്ട്? വളരെ മികച്ചൊരു ഇതായിരുന്നു. ഞങ്ങൾ തന്നെ സ്വയം മേക്കപ്പ് ചെയ്തതാണ്. കൊള്ളാം. കൊള്ളാം. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയ സമയത്താണ് കേട്ടോ നമ്മുടെ മറ്റ് ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അതായത് എൻ്റെ ഫോൺ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. എൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് ചാനലുകളൊക്കെ ഇതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൽ ചാർജൊക്കെ കഴിഞ്ഞത് ചത്ത്. അപ്പോൾ പിന്നെ ഞാൻ ഇത് നന്ദുവിൻ്റെ ഫോണിലാണ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മേക്കപ്പ് ചെയ്തത് കണ്ടിട്ടും ഞങ്ങൾക്ക് എങ്ങോട്ട് ഞങ്ങൾ തന്നെ ചെയ്തതാണോ, ഇത് ഇത്രയ്ക്കും നന്നായിട്ടുണ്ടോ എന്നുള്ള ഞങ്ങൾക്ക് തന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു സന്ദർഭ നിമിഷമൊക്കെ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പം എല്ലാവരും കൂടിയിട്ട് ഹെയർ സ്റ്റൈലൊക്കെ റിമൂവ് ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ടു. ഞങ്ങൾ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നു കേട്ടോ. നന്ദു അനിയൊക്കെ നാളെ പോകുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു 2 മണിക്കായപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.